Athabasca Falls. അതിന്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും ഡ്രസ്സ് മാറ്റി, എന്റെ ഷർട്ട് മാത്രം മാറ്റി. Look at this. അങ്ങനെ ജാസ്പർ ട്രിപ്പിൽ ഞങ്ങൾ നെക്സ്റ്റ് പോയത് അത്തബാസ്ക വാട്ടർഫാൾസ്. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം. പറ്റൂല ഇവിടെ, പക്ഷെ പാവം എൻ്റെ ബേബി ചാച്ചു അങ്ങി ടയേർഡായി. ഇവിടെ ഒരു ബേബിക്ക് ചാച്ചുമൊക്കെ വരുന്നുണ്ട്, പക്ഷെ എക്സൈറ്റ്മെന്റ് കാരണം ഉറങ്ങാൻ പറ്റിയില്ല. അറിയില്ല. ഇതാണ് അത്തബാസ്ക. Destination is on the left. Oh wow, അതാണ്. ഇവിടെയൊക്കെ എന്ത് ഭംഗിയാ. അങ്ങനെ ഞങ്ങൾ അത്തബാസ്ക ഫോൾസിൽ വന്നു. അവിടെ എവിടെയാണ് ഫോൾസ്, നമുക്ക് നോക്കാം. ഇപ്പൊ മഴയൊക്കെ പോയി, പക്ഷെ കുറച്ച് തണുപ്പുണ്ട് പുറത്ത്. ഇതാണ് നമ്മുടെ വാട്ടർഫാൾ. ഫോൾ എവിടെ? റിവർ കാണുന്നുണ്ട്, ഫോളിന്റെ സൗണ്ടും എവിടെയോ കേൾക്കുന്നുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ. ആക്ച്വലി ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ നല്ല ചൂടായിരുന്നു, വെയിലായിരുന്നു. അപ്പം എൻ്റെ ഈ ഡ്രസ്സ് കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും ഡ്രസ്സ് മാറ്റി, എൻ്റെ ഷർട്ട് മാത്രം മാറ്റി. ഫോട്ടോസൊക്കെ എടുക്കുന്നതല്ലേ, അപ്പം എപ്പോഴും ഒരേ ഡ്രസ്സിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഡ്രസ്സില്ലല്ലോ. അപ്പം അതിൻ്റെ മേലെ ഒരു ഷർട്ട് മാത്രം മാറ്റി. പക്ഷെ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടേ ഇപ്പം തണുക്കുന്നു. നല്ല മഴ പെയ്തുണ്ടായി. ഓ ഇതാ കണ്ട, ഇതാ ഇവിടുന്നാണ്, അവിടെയാണ് ഫോൾ ചെയ്യണത് അവിടത്തേക്ക്. അപ്പം അങ്ങോട്ടേക്ക് പോയി നോക്കാം നമുക്ക്. ഓക്കെ, എപ്പോഴെങ്കിലും ആൽബർട്ടയിലെ ജാസ്പറിലോ പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഞാൻ ജാസ്പറിൽ വേറെ എവിടെയും പറയില്ല. ഈ ഒരു പ്ലേസ് സത്യം പറഞ്ഞാൽ ഐ വാസ് ഇൻ ലവ് വിത്ത് ദിസ് പ്ലേസ്. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. ഭയങ്കര നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഒരു വാട്ടർഫാൾ, അതും ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കാണുക, ആ മലയുടെ ഭംഗി കാണുക, എല്ലാം കൊണ്ടും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞാനിങ്ങനെ എന്താ പറയുക, നാഗവല്ലീനെ പോലെ മറ്റേ ആഭരണങ്ങൾ കണ്ട പോലെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഈ ഒരു ബ്യൂട്ടി കണ്ടിട്ട്. This is what's on the other side, and this is where Mama is. Mama, ഇങ്ങോട്ട് നോക്ക്. കണ്ടോ, ഇവിടത്തേക്കാണ് ആ ഫോള് വരുന്നത്. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നേച്ചറിന്റെ ഓരോ കളികൾ. എന്ത് ബ്യൂട്ടിഫുള്ളാ. എന്തോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് പപ്പ. പപ്പ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണത്? വീണ് യെസ് യെസ്. നോക്കത് എവിടെ നിന്ന് വരുന്നത് നോക്ക്. ഓ വാവ്, ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. Look at this. ഫോൺ ആരെങ്കിലും പിന്നിലൊന്ന് തട്ടിയാ മതി. ഞാൻ ഈ സൈഡ് വന്നതാ. കുട്ടിക്ക് തണുത്തപ്പം ഏട്ടൻ കൊണ്ടുപോയി. അപ്പൊ ഞാൻ മാത്രം ഇവിടെ ഈ സൈഡ് എടുത്തതാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ഇനിതാ ഇവിടെയും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ സ്ഥലം. സാധാരണ അത്ര പെട്ടെന്നൊന്നും തണുക്കാത്ത രണ്ട് കുട്ടികളാണ്, പക്ഷെ അവർക്ക് നല്ലപോലെ തണുത്തു. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ആദ്യം തണുക്കാറ് എനിക്കാണ്. പക്ഷെ ഷോർട്സ് ഇട്ടിട്ട് പോലും എനിക്ക് ആ തണുപ്പ് അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ബിക്കോസ് ഞാൻ അത്രയധികം എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു സ്ഥലം കണ്ടിട്ട്. ഞാൻ thoroughly എൻജോയ് ചെയ്തു. ഏട്ടനും കുട്ടികളും കാറിലുണ്ടായിട്ട് പോലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഓരോ സ്ഥലവും ഞാൻ അത്രയും കവറും ചെയ്തു, അത്രയും ടൈം സ്പെൻഡും ചെയ്തു. ഞാൻ അവിടെ നിന്ന് പോകാൻ എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏട്ടനും കുട്ടികളും വെയിറ്റ് ചെയ്യായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മനസ്സോട് കൂടിയിട്ടാണ് തിരിച്ചു പോയത്. എന്നാലും ഞാൻ എൻജോയ് ചെയ്തു. അതുകൂടാതെ പോകുന്ന വഴിക്ക് അതിലും ബ്യൂട്ടിഫുള്ളായിട്ട് വേറൊരു സ്ഥലം കൂടെ
കണ്ടു കേട്ടോ. ഞങ്ങളിവിടെ അഗെയിൻ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഇന്നും ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു. അപ്പോൾ അത് പോകുന്ന വഴിക്കാണ് വെറുതെ ഇതിലേ കൂടി ഒന്ന് എടുത്തു നോക്കിയതാ. ബ്യൂട്ടിഫുൾ സ്ഥലം. ഇവനെയും പിടിക്കേ, എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കൂ. അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള വാവ്, ഇറ്റ്സ് ബ്യൂട്ടി. ഒരാൾ വടിയും പിടിച്ച് വരുന്നുണ്ട്. Look at that! എന്ത് ഭംഗിയാണ്. എന്താ പരിപാടിന്ന് കണ്ടോ? ഇവിടുന്ന് തടിയെടുക്കുക, എന്തെങ്കിലുമൊക്കെ എറിയ, എന്നിട്ട് ആ പോകുന്നത് നോക്കി നിൽക്കുക. അതാണ് രണ്ടാളുടെയും പരിപാടി. അതാ ആ പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും കൂടെ. ഇതാണ് അധ്വാനം. എത്ര സമയം അറിയോ അധ്വാനിക്കുന്ന. ആ ഒരു സ്ഥലവും കൂടെ അത്രയും എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മുടെ ഡേ ഒരു ബ്യൂട്ടിഫുൾ ഡേ എൻഡ് ചെയ്തു. അവിടുന്ന് കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ എൻഡ് ചെയ്തു. പിന്നെ റൂമിലേക്ക് പോയി. അടിപൊളി ഡേ ആയിരുന്നു. ഗുഡ് മോർണിംഗ്. ഞങ്ങള് ഇന്നലത്തെ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് പുതിയൊരു റൂം ബുക്ക് ചെയ്തതാ. നോക്കുമ്പോൾ ബുക്ക് ചെയ്ത് ഡേറ്റ് മാറിപ്പോയി. ഇന്നത്തേക്കുള്ളത് നാളത്തേക്കാണ് ബുക്ക് ചെയ്തത്. സോ നമുക്ക് ഒരു ക്വീൻ സൈസ് ബെഡ് മാത്രമാണ് കിട്ടിയത്. അത് കാരണം കണ്ടോ, ബെഡ് ഇവിടെ ഉണ്ട്. ഇന്നലോട് ചോദിച്ചപ്പം കുട്ടിക്കും താഴെ കിടക്കണ്ട, രണ്ടാളും കൂടി അപ്പൊ രണ്ടാളും കൂടെ മേലെ കിടക്കണം എന്ന് പറഞ്ഞു. ബെഡിൽ കിടന്ന് ഞാനും. ആണോ, ഇവിടെ കിടക്കണം? ഓക്കെ, താഴെ പറഞ്ഞിട്ടുണ്ടായി. അമ്മയും പപ്പയും താഴെ കിടന്നു. നോക്കുമ്പോ രാവിലെ ആവുമ്പോഴുണ്ട് ഈ രണ്ട് മാക്രികളും നമ്മളെടുത്ത് വന്ന് കിടക്കുന്ന ബെഡ് ആർക്ക് വേണ്ടിയിട്ടാണ്? അതെ, പൈസ വിട്ടിട്ട് ബെഡിന് വേണ്ടിയിട്ടല്ലേ? അല്ലേ? ആണ്. നമുക്ക് പറഞ്ഞാലോ ബെഡ് യൂസ് ചെയ്തിട്ടില്ല. പൈസ തിരിച്ചു തരുമോ ചോദിച്ചോക്കാം. അല്ലേ? അങ്ങനെ ഞങ്ങൾ താഴെ തറയിലാണ് കിടത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോയില് ജാസ്പറിലെ ബാക്കി വിശേഷങ്ങൾ അറിയാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ.